ശബരിമല ഒരു അത്ഭുതമാണ്. ശബരിമലയിൽ പോവുക, ഭഗവാനെ കാണുക, തീർച്ചയായിട്ടും മനോഹരമായ ഒരു അനുഭവമാണ്. പക്ഷെ അതിനുമപ്പുറം ഒരു ഉദ്ദേശം ശബരിമലയ്ക്കുണ്ട്. അധികം ആർക്കും അറിയാത്ത, അധികം ആരും പറയാത്ത ഒരു ശാസ്ത്രം ശബരിമലയ്ക്കുണ്ട്. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. ഇതെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? വെറുതെ ഒരു ഇമോഷൻ്റെ പുറത്താണോ ഇങ്ങനെ പറയുന്നത്? അല്ല, ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ആ കാരണം തന്നെയാണ് ശബരിമലയുടെ ശാസ്ത്രവും. പക്ഷെ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടണമെങ്കിൽ ശബരിമലയുടെ ശാസ്ത്രം അറിഞ്ഞിരിക്കണം. ശബരിമലയിൽ പോകുന്നതിന് മുമ്പ് 5 ക്ഷേത്രങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ ശബരിമല എന്നത് ഒരു ഐസൊലേറ്റഡ് ടെമ്പിളല്ല. ശബരിമല എന്നത് ഒരു ഒറ്റപ്പെട്ട ക്ഷേത്രമല്ല. ക്ഷേത്രങ്ങളുടെ ഒരു ശൃംഖലയിൽപ്പെട്ട ഒരു ക്ഷേത്രമാണത്. 6 ക്ഷേത്രങ്ങളുടെ ശൃംഖല, എ ചെയിൻ ഓഫ് 6 ടെമ്പിൾസ്. അതിൽ 6ാമത്തെ ക്ഷേത്രമാണ് ശബരിമല. ഭഗവാനെ കാണുക എന്നുള്ളത് മാത്രമല്ല ശബരിമലയുടെ ഉദ്ദേശം. ഭഗവാനെ ഒരു യോഗിക് ശക്തിയായി തിരിച്ചറിയുക, അനുഭവിക്കുക, സ്വന്തം കുണ്ടലിനി ഉയർത്തുക. ഇപ്പോൾ പറഞ്ഞല്ലോ, ശബരിമല എന്നത് 6 ക്ഷേത്രങ്ങളെ ചെയിനിൽപ്പെട്ടൊരു ക്ഷേത്രമാണ്. ഈ 6 ക്ഷേത്രങ്ങളെ ശാസ്താ ക്ഷേത്രങ്ങളെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഷഡ്ചക്ര ക്ഷേത്രങ്ങളെന്ന് വിളിക്കുന്നു. ഇപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള 2 വാക്കുകൾ കേട്ടു: കുണ്ടലിനിയും ചക്രങ്ങളും. സ്പിരിച്വാലിറ്റിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഈ 2 വാക്കുകൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. നിർഭാഗ്യവശാൽ കുണ്ടലിനിയെക്കുറിച്ചും ചക്രങ്ങളെക്കുറിച്ചും ഒരുപാട് തെറ്റായ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ അതുമായി ലിങ്ക് ചെയ്ത് പറയാറുണ്ട്. കുണ്ടലിനിയും ചക്രങ്ങളും വളരെ വലിയൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം ആവശ്യമാണ്. ഇന്നത്തെ വിഷയം ശാസ്താക്ഷേത്രങ്ങളാണ്, ശബരിമലയുടെ ശാസ്ത്രമാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കുണ്ടലിനിയും ചക്രങ്ങളെക്കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമായുണ്ട്. സിമ്പിൾ വേർഡ്സിൽ ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാൻ ശ്രമിക്കുകയാണ്. കുണ്ടലിനി എന്നത് ഇൻഫിനിറ്റ് സുപ്രീം എനർജിയുടെ നിങ്ങളുടെ ഉള്ളിലെ മാനിഫെസ്റ്റേഷനാണ്. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. മറ്റൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇൻഫിനിറ്റ് സുപ്രീം എനർജി എന്നാൽ അനന്തമായ പരാശക്തി. അതെ, അനന്തമായ പരാശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിപ്പോൾ ആക്റ്റീവല്ല, അത് ഉണർന്നിട്ടില്ല, അത് ഉറക്കത്തിലാണ്. ഒരു സ്പ്രിങ് അമർത്തി വെച്ചിരിക്കുന്ന പോലെ അത് അമർത്തി വെച്ചിരിക്കുകയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നിങ്ങളുടെ നട്ടലിൻ്റെ ഏറ്റവും അറ്റത്താണ്, ഏറ്റവും താഴെ അറ്റത്ത്. കുണ്ടലിനി ഉയർത്തുക എന്നതാണ് മിക്ക സ്പിരിച്വൽ ട്രഡീഷൻസിൻ്റെയും പ്രാക്ടീസ്. ബോധോദയം കൈവരിക്കാൻ, മുക്തി കിട്ടാൻ കുണ്ടലിനി ഉണർത്തിയേ മതിയാവൂ എന്ന് നിർബന്ധമില്ല. പല സ്പിരിച്വൽ മാസ്റ്റേഴ്സും കുണ്ടലിനിയെ സ്പർശിക്കാതെ തന്നെ ബോധോദയം കൈവരിച്ചതായി പറയാറുണ്ട്. പക്ഷേ വളരെയധികം കോമൺ ആയൊരു പ്രാക്ടീസാണത്. ഇനി ചക്രങ്ങളെക്കുറിച്ച് പറയാം. ചക്രങ്ങളെക്കുറിച്ചും ഒരുപാട് ഡെഫിനിഷൻസ് കേൾക്കാറുണ്ട്. പലപ്പോഴും ചക്രങ്ങൾ ഈ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് ആൾക്കാർ പറയാറുണ്ട്. ഇത് തെറ്റായൊരു ഇൻഫോർമേഷനാണ്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾക്ക് ഒന്നിലധികം ശരീരമുണ്ടെന്നാണ്. നമ്മുടെ ട്രഡീഷൻ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം ശരീരമുണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ശരീരം സ്ഥൂല ശരീരമാണ്. നമുക്ക് കാണാൻ സാധിക്കാത്ത മറ്റൊരു ശരീരമുണ്ടത്രേ. അതാണ് സൂക്ഷ്മ ശരീരം. ഇംഗ്ലീഷിൽ അതിനെ സട്ടിൽ ബോഡി എന്ന് വിളിക്കുന്നു. ചക്രങ്ങൾ സത്യത്തിൽ ഈ സട്ടിൽ ബോഡിയുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ പറയുമ്പോഴും ചക്രങ്ങൾക്ക് നമ്മുടെ ഈ ശരീരത്തിൽ വളരെ വലിയ ഇമ്പാക്റ്റ് ചെലുത്താൻ സാധിക്കും. നമ്മുടെ ബോഡിയിലെ പല ഫങ്ഷൻസും പല പ്രവൃത്തികളും നിയന്ത്രിക്കുന്നത് ചക്രങ്ങളാണ്. ഇനി ചക്രങ്ങൾ എന്താണെന്ന് നമുക്ക് 2 രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കുറച്ച് മുൻപ് പറഞ്ഞല്ലോ, സ്പിരിച്വൽ ട്രഡീഷൻ്റെ ഉദ്ദേശം കുണ്ടലിനി ഉയർത്തുക എന്നുള്ളതാണ്. കുണ്ടലിനി ഉയരുമ്പോൾ അത് പല സെൻറ്ററുകളിലൂടെ പല പോയിന്റുകളിലൂടെ കടന്നു പോകുന്നു. ഈ പോയിന്റുകൾ, ഈ സെൻറ്ററുകളാണ് ചക്രങ്ങൾ. മറ്റൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ, നമുക്കിപ്പോൾ നമ്മുടെ കാണാൻ പറ്റുന്ന ശരീരത്തിൽ, നമ്മുടെ സ്ഥൂല ശരീരത്തിൽ രക്തം കൊണ്ടുപോകാൻ രക്തക്കുഴലുകളുണ്ട്. രക്തക്കുഴലിൻ്റെ നെറ്റ്വർക്കുണ്ട്.
ഇതുപോലൊരു നെറ്റ്വർക്ക് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലുമുണ്ട്. അത് നാഡികളുടെ നെറ്റ്വർക്കാണ്. നാഡി എന്നത് നിങ്ങളും കേട്ടിട്ടുണ്ടോ? നാഡികൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, നാഡികൾ മീറ്റ് ചെയ്യുന്ന ജംഗ്ഷൻ, അതാണ് ചക്രങ്ങൾ. എത്ര ചക്രങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സ്പിരിച്വൽ ട്രഡീഷൻസ് വ്യത്യസ്തമായ ഉത്തരങ്ങൾ തരുന്നു. ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് 7 ചക്രങ്ങളുടെ സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടാണ്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ചക്രം നട്ടലിൻ്റെ ഏറ്റവും താഴത്തെ പോയിന്റാണ്. അത് മൂലാധാര ചക്രമാണ്. കുറച്ച് മുകളിലോട്ട് പോകുമ്പോൾ അടുത്ത ചക്രം വരുന്നു. അത് സ്വാധിഷ്ഠാന ചക്രമാണ്. കുറച്ചും കൂടി മുകളിലോട്ട് പോകുമ്പോൾ ഏതാണ്ട് നമ്മുടെ നാഭിയുടെ അടുത്തായി അടുത്ത ചക്രം വരുന്നു. ഇത് മണിപ്പൂര അല്ലെങ്കിൽ മണിപ്പൂരക ചക്രമാണ്. കുറച്ചും കൂടി മുകളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തായി അനാഹത ചക്രം വരുന്നു. കുറച്ചും കൂടെ മുകളിൽ കഴുത്തിൽ അടുത്ത ചക്രം വിശുദ്ധി. കുറച്ചും കൂടെ മുകളിൽ പുരികങ്ങൾക്കിടയിൽ ആഗ്നചക്രം അല്ലെങ്കിൽ ആഗ്യാചക്രം. ഏറ്റവും മുകളിൽ ശിരസിൽ തലയിൽ സഹസ്രാര ചക്രം. കുറച്ചു മുൻപ് പറഞ്ഞല്ലോ, ചക്രങ്ങളെക്കുറിച്ചും കുണ്ടലിനിയെക്കുറിച്ചും ഒരുപാട് തെറ്റായിട്ടുള്ള അറിവുകൾ സ്പ്രെഡ് ചെയ്യാറുണ്ടെന്ന്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് മൂലാധാര ചക്രം എന്നത് ഒരു മോശം ചക്രമാണെന്ന ഇൻഫർമേഷൻ. ഇത് തെറ്റായൊരു ഇൻഫർമേഷനാണ്. മൂലാധാര ചക്രം മോശമായ ചക്രമൊന്നുമല്ല. ഏറ്റവും താഴത്തെ ചക്രമാണ്, പക്ഷെ അതിനർത്ഥം ഏറ്റവും മോശമെന്നല്ല. മറ്റൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ആദ്യത്തെ ചക്രമാണ്. ഒരു ചക്രവും മറ്റൊരു ചക്രത്തെക്കാൾ കൂടുതൽ മികച്ചതോ അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യമുള്ളതോ ഒന്നുമല്ല. എല്ലാ ചക്രങ്ങൾക്കും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മൂലാധാര ചക്രം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരാളുടെ മൂലാധാര ചക്രം സ്റ്റേബിൾ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ പല ബേസിക് കാര്യങ്ങൾക്കും സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഭക്ഷണം, ആരോഗ്യം, ഒരു വീട്, ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും അയാൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. സ്പിരിച്വൽ ട്രഡീഷൻ്റെ ഉദ്ദേശം കുണ്ടലിനി ഉണർത്തുക, അതിനെ ഉയർത്തുക എന്നാണ് പറഞ്ഞല്ലോ. മൂലാധാര ചക്രത്തിൽ നിന്നും കുണ്ടലിനിയെ ഉയർത്തുന്നു. ആ എനർജി ഓരോരോ ചക്രങ്ങളിലൂടെ കടന്നു പോകുന്നു. അതങ്ങനെ മുകളിലോട്ട് പോകുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ശബരിമല എന്നത് ഒരൊറ്റപ്പെട്ട ക്ഷേത്രമല്ലെന്ന്. ശബരിമല എന്നത് ക്ഷേത്രങ്ങളുടെ ഒരു ശൃംഖലയിൽപ്പെട്ട, ക്ഷേത്രങ്ങളുടെ ഒരു ചെയിനിൽപ്പെട്ട ക്ഷേത്രമാണെന്ന്. സത്യത്തിൽ അതിലെ അവസാനത്തെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രങ്ങളെ നമ്മൾ ഷഡ്ചക്ര ക്ഷേത്രങ്ങളെന്ന് വിളിച്ചു. ഇനി നമുക്ക് ശബരിമലയുടെ യഥാർത്ഥ ശാസ്ത്രം എന്തെന്ന് മനസ്സിലാക്കാം. ഈ 6 ശാസ്താക്ഷേത്രങ്ങൾ സത്യത്തിൽ ഓരോ ചക്രത്തെ ആധാരമാക്കിയതാണ്. ഓരോ ചക്രത്തെ ബേസ് ചെയ്തതാണ്. ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴും അതാത് ചക്രം ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ എനർജിയെ അതാത് ലെവലിലേക്ക് ഉയർത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 5 ക്ഷേത്രങ്ങൾ കഴിഞ്ഞ് ശബരിമലയിലെത്തുമ്പോൾ ഒരാളുടെ എനർജി ആഗ്നാ ചക്രത്തിലേക്ക് എത്തുന്നു. അയാൾ അവിടെ നിന്ന് സ്പിരിച്വൽ ബ്ലെസ് അനുഭവിക്കുന്നു. കുണ്ടലിനിയെ ഉയർത്തുക, എനർജിയെ ആഗ്നാ ചക്രത്തിൽ എത്തിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശബരിമലയിലെത്തുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്തെന്ന് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുമെന്ന് പറയുന്നത് വെറുതെയല്ല. അതിന് പുറകിൽ ഒരു സയൻസ് ഉണ്ട്. ആ സയൻസ് ഇതാണ്. ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ശബരിമലയിൽ പോകുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ശബരിമലയിൽ പോകുന്നതിന് മുൻപ് പോകേണ്ട 5 ക്ഷേത്രങ്ങളിൽ ആരും പോകാറില്ല. ആ ഒരു ട്രാക്കിലൂടെ ആരും പോകാറില്ല. നിർഭാഗ്യവശാൽ ഈ ശാസ്ത്രത്തിൻ്റെ അറിവ് ആരുടെ കയ്യിലുമില്ല. നമ്മളിതെങ്ങനെയോ മറന്നുപോയി. നമ്മുടെ കയ്യിൽ നിന്നും ഇതെങ്ങനെയോ നഷ്ടമായിപ്പോയി. ശബരിമലയിൽ പോകുക എന്നത്, ഭഗവാനെ കാണുക എന്നത് തീർച്ചയായും അത്ഭുതകരമായ മനോഹരമായ അനുഭവം തന്നെയാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ കാണുക എന്നത് തീർച്ചയായും മനോഹരമായ അനുഭവമാണ്. പക്ഷേ നിങ്ങളൊരു സിൻസിയർ സ്പിരിച്വൽ സീക്കറാണെങ്കിൽ, നിങ്ങൾ ആത്മീയതയിലൂടെ ഉയരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ എനർജിയെ ഉയർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശബരിമലയിൽ മാത്രം പോയിട്ട് കാര്യമില്ല. ശബരിമലയുടെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അതിന് ശബരിമലയ്ക്ക് മുൻപ് പോകേണ്ട 5 ക്ഷേത്രങ്ങളിലൂടെ പോകേണ്ടത്, ആ കൃത്യമായ ഓർഡറിൽ തന്നെ പോകേണ്ടത് അത്യാവശ്യമാണ്. ഇത്ര നേരം നമ്മൾ കേട്ടത് ശബരിമലയുടെ സയൻസിൻ്റെ ബേസിക്സ് ആണ്. ഇനി നമുക്ക് ഈ ഷഡ്ചക്ര ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ചക്രങ്ങളുടെ ഓർഡറിൽ തന്നെ പോകാം. ഏറ്റവും താഴെ നിന്ന് ഏറ്റവും ആദ്യത്തെ ചക്രം മൂലാധാര ചക്രമാണ്. ആദ്യം മൂലാധാര ചക്രത്തിൻ്റെ ക്ഷേത്രം നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്നാൽ
ഷഡ്ചക്ര ക്ഷേത്രങ്ങളിൽ 5 ക്ഷേത്രങ്ങളും കേരളത്തിലാണ്. ഒരൊറ്റ ക്ഷേത്രം, ആദ്യത്തെ ക്ഷേത്രം മാത്രം തമിഴ്നാട്ടിലാണ്. മൂലാധാര ചക്രത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്ഷേത്രം സ്വരിമുത്തയ്യൻ കോവിലാണ്. ചിലർ ഈ ക്ഷേത്രത്തെ സ്വരിമുത്തയ്യനാർ കോവിൽ എന്ന് വിളിക്കുന്നു. ഇത് കേരളത്തിൻ്റെ തമിഴ്നാട്ടിനെ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ്. തിരുനെൽവേലി ജില്ലയിലാണ്. മൂലാധാര ചക്രത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്ഷേത്രമാണ്. ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ഷേത്രമാണിത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ശബരിമലയിൽ പോകണമെങ്കിൽ മാലാധാരം എന്നൊരു ചടങ്ങുണ്ടെന്ന്. മാലയിട്ടാൽ മാത്രമേ ശബരിമലയിൽ പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നിർഭാഗ്യവശാൽ എല്ലാവരും അവരുടെ വീടിനടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയാണ് മാലയിടാറ്. എന്നാൽ യഥാർത്ഥത്തിൽ സ്പിരിച്വൽ ട്രഡീഷൻ പറയുന്നത് ഒരു ശബരിമല തീർത്ഥാടകൻ മാലയിടേണ്ടത്, മാല ധരിക്കേണ്ടത് സ്വരിമുത്തയ്യൻ കോവിലിൽ നിന്നുമാണെന്നാണ്. കാരണം ഇതാണ് മൂലാധാര ചക്രത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്ഷേത്രം. ഒരയ്യപ്പ ഭക്തന്റെ തീർത്ഥയാത്ര ശരിക്കും ആരംഭിക്കേണ്ടത് ഇവിടെ നിന്നുമാണ്. പറയുന്നത് ഇവിടെ വെച്ച് അഗസ്ത്യമണിക്ക് ഭഗവാന്റെ ദർശനം ലഭിച്ചുവെന്നാണ്. കാഴ്ചയിൽ സിമ്പിളായിട്ടുള്ള, എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് സ്വരിമുത്തയ്യൻ കോവിൽ. ഈ യാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇനിയുള്ള ക്ഷേത്രങ്ങളെല്ലാം കേരളത്തിലാണ്. രണ്ടാമത്തെ ചക്രമായ സ്വാധിഷ്ഠാന ചക്രയെ ബേസ് ചെയ്തിട്ടുള്ള ക്ഷേത്രം കൊല്ലം ജില്ലയിലാണ്. അച്ഛൻ കോവിൽ ഒരുപാട് പ്രത്യേകതയുള്ള ക്ഷേത്രമാണിത്. അതിലൊന്ന് ഇവിടുത്തെ വിഗ്രഹമാണ്. പറയുന്നത് പരശുരാമൻ പ്രതിഷ്ഠിച്ച ശാസ്താ വിഗ്രഹം ഇപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ്. മറ്റൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിലെ ചികിത്സയാണ്. യാത്ര വനത്തിലൂടെയാണ്. പാമ്പ്, തേള് ഇതുപോലെ വിഷമുള്ള ജീവികളുള്ള വഴിയാണ്. പാമ്പ് കടിയേറ്റാൽ ഈ ക്ഷേത്രത്തിൽ ചികിത്സ ലഭ്യമാണ്. 24 മണിക്കൂറും. ഏത് സമയത്ത് വേണമെങ്കിലും പാമ്പ് കടിയേറ്റാൽ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ പോകാം. ഇവിടെ നിങ്ങൾക്ക് ചികിത്സ ലഭിക്കും. അത്ഭുതകരമായ കാര്യമെന്തെന്നാൽ റെക്കോർഡുകൾ, കണക്കുകൾ പറയുന്നത് ഇതുവരെ ഇവിടെ വെച്ച് പാമ്പ് കടിയേറ്റ ഒരാൾ മരിച്ചിട്ടില്ല എന്നാണ്. ഇതിനൊരു ഡീപ്പ് മീനിങ് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കൂ, നമ്മുടെ ഉള്ളിലും വിഷമുണ്ട്. ഒരു അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിൽ വെച്ച് അയാളുടെ ഉള്ളിലുള്ള വിഷമെല്ലാം ഇല്ലാണ്ടാവുന്നു. ഡീടോക്സിഫിക്കേഷൻ എന്നൊന്ന് നടക്കുന്നു. സ്വാധിഷ്ഠാന ചക്രയെ ബേസ് ചെയ്തിട്ടുള്ള ക്ഷേത്രമാണ് അച്ഛൻ കോവിൽ. അടുത്തത് മൂന്നാമത്തെ ചക്രമാണ് മണിപ്പൂര അല്ലെങ്കിൽ മണിപ്പൂരക. മൂന്നാമത്തെ ചക്രത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്ഷേത്രവും കൊല്ലം ജില്ലയിലാണ്. ആര്യങ്കാവ്. ആര്യങ്കാവാണ് മണിപ്പൂരക ചക്രത്തെ ബേസ് ചെയ്തിട്ടുള്ള ശാസ്താ ക്ഷേത്രം. പറഞ്ഞല്ലോ, ഇത് കൊല്ലം ജില്ലയിലാണ്. ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് മനസ്സിൽ വളരെയധികം സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നു അത്രേ. ഇവിടുത്തെ ഭഗവാന്റെ തലമുടിക്ക് അഗ്നിയുടെ രൂപമാണ്. അതുകൊണ്ട് തന്നെ അത് അഗ്നികേശം എന്നറിയപ്പെടുന്നു. മണിപ്പൂരക ചക്രം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരാൾക്ക് നിരന്തരമായ സന്തോഷം നൽകുന്നു അത്രേ. ചില ആൾക്കാർ പറയുന്നത് ഇവിടെ വെച്ചാണത്രേ ഒരു അയ്യപ്പൻ്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന്. അയ്യപ്പ ഭക്തൻ്റെ ഉള്ളിൽ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു അത്രേ. അയാൾ വൈരാഗ്യം അനുഭവിക്കുന്നു അത്രേ. വൈരാഗ്യം എന്ത് എന്നറിയാത്തവർക്കായി പറയട്ടെ, വൈരാഗ്യം എന്നാൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ വളരെയധികം അറ്റാച്ച്ഡ് ആയ ഒരു ജീവിതമാണ് ജീവിക്കുന്നത്. പല കാര്യങ്ങളിൽ പലതരം അറ്റാച്ച്മെൻറ്റ്സിൽ പെട്ടിരിക്കുകയാണ് നമ്മൾ. പറയുന്നത് ഇവിടെ വെച്ച് അത്തരം അറ്റാച്ച്മെൻറ്റ്സിൽ നിന്നും ഒരാൾക്ക് മുക്തി ലഭിക്കുന്നു അത്രേ. മണിപ്പൂരക ചക്രത്തെ ബേസ് ചെയ്തിട്ടുള്ള ശാസ്താ ക്ഷേത്രമാണ് ആര്യൻകാവ്. അടുത്തത് അനാഹത ചക്രമാണ്. കുളത്തൂപ്പുഴയാണ് അനാഹത ചക്രവുമായി ബന്ധപ്പെട്ട ശാസ്താ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനടുത്തൂടെ മനോഹരമായ പുഴ ഒഴുകുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ മിക്ക ക്ഷേത്രത്തിനടുത്തൂടെയും ഒരു പുഴയോ ആറോ ഒഴുകുന്നുണ്ട്. ഈ ക്ഷേത്രവും കൊല്ലം ജില്ലയിലാണ്. അനാഹത ചക്രം കമ്പാഷൻ അഥവാ അനുകമ്പയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പറയുന്നത് ഒരു തീർത്ഥാടകൻ കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലെത്തുമ്പോൾ അയാളുടെ അനാഹത ചക്രം ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. അയാൾക്ക് കൂടുതൽ കൂടുതൽ ബോധവാനാകാൻ സാധിക്കുന്നതാണ്. അടുത്ത ക്ഷേത്രം എരുമേലിയാണ്. എരുമേലി കോട്ടയം ജില്ലയിലാണ്. പറയുന്നത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി ഭഗവാനെ അവരുടെ സംരക്ഷകനായിട്ടാണ് കണ്ടിരുന്നത് എന്നാണ്. ഇന്ന് എരുമേലി പേട്ടതുള്ളൽ വളരെ പ്രശസ്തമാണ്. നിങ്ങൾക്കറിയാമോ,
മുൻപുണ്ടായിരുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ട്രൈബൽ ഡാൻസ് ഇന്നത്തെ പേട്ടതുള്ളലിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അഞ്ചാമത്തെ ചക്രമായ വിശുദ്ധി ചക്രത്തിൽ ബേസ് ചെയ്ത ക്ഷേത്രമാണ് എരുമേലി. ഇവിടുത്തെ ഭഗവാന്റെ രൂപം വളരെയധികം ഇൻട്രസ്റ്റിങ്ങും അതേസമയം നമ്മളെ ഞെട്ടിക്കുന്ന ഒന്നാണ്. ഇവിടെ ഭഗവാൻ ഒരു വേട്ടക്കാരൻ്റെ രൂപത്തിലാണ്. സമാധാനത്തിൻ്റെ വഴിയിലൂടെ ബോധോദയത്തിലേക്ക് നടക്കുന്ന ഒരു തീർത്ഥാടകൻ്റെ മുന്നിൽ ഭഗവാൻ എന്തിനാണ് ഒരു വേട്ടക്കാരൻ്റെ രൂപത്തിൽ വരുന്നത്? നമ്മൾ ചിലപ്പോൾ ഇത് കൺഫ്യൂസ് ചെയ്തേക്കാം. പക്ഷേ ഇതിന് വളരെ വലിയൊരു അർത്ഥമുണ്ട്. പറയുന്നത് ഈ ക്ഷേത്രത്തിൽ വെച്ച് ഒരാളുടെ വിശുദ്ധി ചക്രം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ബോധം വളരെയധികം വർദ്ധിക്കുന്നു അത്രേ. ഞാൻ ഈ ശരീരം മാത്രമല്ല എന്ന് അയാൾ തിരിച്ചറിയുന്നു അത്രേ. അതിനും അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അയാൾ മനസ്സിലാക്കുന്നു അത്രേ. അതായത് ഒരാളുടെ ഉള്ളിലെ ഞാൻ എന്ന ഭാവം ഇല്ലാതാകുന്നു. ഇവിടെ ഭഗവാൻ വേട്ടക്കാരൻ്റെ രൂപത്തിലിരിക്കാനുള്ള കാരണം അതാണ്. ഈ വേട്ടക്കാരൻ മൃഗങ്ങളെ കൊല്ലാനല്ല ഇരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലെ ഞാൻ എന്ന ഭാവത്തെ കൊല്ലാനാണ്. ഈ ക്ഷേത്രത്തിനപ്പുറം ഞാൻ എന്ന ഭാവമായി ഒരാൾക്ക് നടക്കാൻ സാധിക്കില്ല. അടുത്തത് ആറാമത്തെ ചക്രമാണ് ആഗ്ന. ആഗ്ന ചക്രത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്ഷേത്രം ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് ശബരിമല. ഈ 6 ശാസ്താ ക്ഷേത്രങ്ങളിലും ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം 18 മലകൾക്കിടയിലുള്ള ശബരിമല ക്ഷേത്രം. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവാനെ കാണാൻ വരുന്നത്. പറയുന്നത് ഇവിടുത്തെ 18 പടികൾ മോക്ഷത്തിലേക്കുള്ള 18 സ്റ്റേജുകളാണെന്നാണ്. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ഭഗവാനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നു. അവർ വളരെയധികം എക്സൈറ്റഡ് ആകുന്നു. ഇവിടെ ഭഗവാൻ ഒരു യോഗിയാണ്, പരമാനന്ദത്തിലിരിക്കുന്ന, സമാധിയിലിരിക്കുന്ന ഒരു യോഗി. പറയുന്നത് നിങ്ങളൊരു അല്പമെങ്കിലും സ്പിരിച്വലി സെൻസിറ്റീവ് ആണെങ്കിൽ ഇവിടുത്തെ വൈബ്രേഷൻ മിസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. അത്രയ്ക്ക് സ്ട്രോങ് ആണ്, അത്രയ്ക്ക് പവർഫുൾ ആണ് അത്രേ ഇവിടുത്തെ വൈബ്രേഷൻ. പലപ്പോഴും ഭഗവാന്റെ അഭിഷേകം കണ്ടാൽ മാത്രം മതി ഒരാൾ നിശ്ചലമാകാൻ എന്ന് പറയുന്നത് ശബരിമല എന്നത് ആഗ്നാചക്രം തന്നെയാണെന്നാണ്. ശരിയായ സ്പിരിച്വൽ പ്രാക്ടീസുകൾ ഫോളോ ചെയ്ത് ഒരാൾ ശബരിമലയിലെത്തിയാൽ അയാളുടെ മുൻജന്മ കർമ്മഫലങ്ങളെല്ലാം ഇല്ലാതാകുന്നു അത്രേ. പിന്നെ അയാൾ ആഗ്രഹങ്ങളുടെ, വാസനകളുടെ, അറ്റാച്ച്മെൻറ്റ്സിൻ്റെ ട്രാപ്പിൽ വീഴുന്നില്ല. അയാൾ അദ്വൈതം എന്നത് അനുഭവിക്കുന്നു. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്റ്റേറ്റ്മെൻ്റാണ്. അദ്വൈതം അനുഭവിക്കുക. എല്ലാവർക്കും അറിയാം, ശബരിമലയുമായി ബന്ധപ്പെട്ട വളരെ ഫേമസ് ആയൊരു വരിയാണ് തത്വമസി. വളരെ ഭംഗിയുള്ളൊരു വരിയാണത്. പക്ഷേ ഇത് വെറുതെയല്ല ശബരിമലയിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇതിന് വളരെ വലിയ അർത്ഥമുണ്ട്. തത്വമസി എന്നാൽ അത് നീ ആകുന്നു എന്നാണ് അർത്ഥം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഞാനും നീയും ഒന്നാണ്, ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ്. പറഞ്ഞല്ലോ, ആജ്ഞാചക്രം ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ ശബരിമലയിൽ ഒരാൾ എത്തുമ്പോൾ അയാൾക്ക് അദ്വൈതത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നുവെന്ന്. അദ്വൈതം എന്നാൽ എന്താണ്? ആ ദ്വൈതം. ദ്വൈ എന്നാൽ 2, അദ്വൈതം എന്നാൽ രണ്ടല്ലാത്തത്, അതായത് എല്ലാം ഒന്നായിരിക്കുന്ന അവസ്ഥ. ശബരിമലയിലെത്തുന്ന യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒന്നായിരിക്കുക എന്നത് അയാളുടെ അനുഭവമാണ്. അയാൾക്കത് അനുഭവിക്കാൻ സാധിക്കുന്നു. അതായത് ചുറ്റിനും കാണുന്ന കാര്യങ്ങളിൽ അയാൾക്ക് അയാളെ കാണാൻ സാധിക്കുന്നു. നമ്മളിപ്പോൾ ജീവിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഒന്നായിരിക്കുന്ന കാര്യത്തിനെ രണ്ടായിട്ടാണ് കാണുന്നത്. ഒരൊറ്റ ദിവസത്തെ നമ്മൾ രാത്രിയെന്നും പകലുമായി കാണുന്നു. സത്യത്തിൽ അതൊരൊറ്റ ദിവസമാണ്. അതുപോലെ തന്നെ ഒരൊറ്റ എനർജിയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ വേറെ, ദൈവം വേറെ. പക്ഷേ ശബരിമലയിലെത്തുന്നൊരു ഭക്തന് അത്തരത്തിലൊരു വേർതിരിവില്ല. അയാൾക്ക് അദ്വൈതം അനുഭവിക്കാൻ സാധിക്കുന്നു. അയാളും ഭഗവാനും പിന്നെ ഒന്നാണ്. ഇതുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുമെന്ന് പറയുന്നത്. തത്വമസി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് വെറുതെയല്ല, അത് അവിടെ എത്തുന്ന ഓരോ ഭക്തൻ്റെയും അനുഭവമാണ്. ഇന്ന് ശബരിമലയിൽ ലക്ഷക്കണക്കിന് ഭക്തർ വരുന്നു. പക്ഷേ ഇതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ ശാസ്ത്രം എന്ത് എന്ന് അറിയാവുന്നത്. വളരെ വളരെ കുറച്ച് പഴയ സ്പിരിച്വൽ സീക്കർസ് മാത്രമാണ് ആത്മാർത്ഥമായി ഈ യാത്ര അതിൻ്റെ ശരിയായ രീതിയിൽ നടത്തുന്നത്. ഇനി
ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ 6 ശാസ്താക്ഷേത്രങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ശബരിമലയാണ് 6ാമത്തെ ക്ഷേത്രം. ഓരോ ചക്രത്തിനും ഓരോ ക്ഷേത്രമാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ തുടക്കത്തിൽ 7 ചക്രങ്ങളുടെ പേര് പറഞ്ഞിരുന്നു. 7ാമതൊരു ചക്രമുണ്ട്. അപ്പോൾ ആ ചക്രത്തിന് ക്ഷേത്രമില്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വിഷയമാണത്. പറയുന്നത് ശബരിമലയ്ക്ക് അപ്പുറം ഒരു സ്റ്റേജും കൂടി ഉണ്ടെന്നാണ്. നമ്മൾ അധികം കേൾക്കാത്തൊരു പേരാണ് കാന്തമല. കാന്തമലയാണ് ശബരിമലയ്ക്ക് ശേഷം വരുന്ന സ്റ്റേജ്. പക്ഷേ ഇത് സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ലത്രേ. കാരണം പറയുന്നത് ഇത് ഭൗതിക തലത്തിലല്ല എന്നാണ്. ആഗ്നാചക്രയ്ക്ക് ശബരിമല എന്നതുപോലെ സഹസ്രാര ചക്രയ്ക്ക്, 7ാമത്തെ ചക്രമായ സഹസ്രാര ചക്രയ്ക്ക് കാന്തമലയാണ്. പറയുന്നത് ഒരാളുടെ എനർജി ഈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ പരമാനന്ദത്തിൻ്റെ അവസ്ഥയിലാണെന്നാണ്. യോഗ പറയുന്നത് സഹസ്രാര എന്നത് ഒരു മനുഷ്യൻ്റെ ബോധത്തിൻ്റെ വളർച്ചയിലെ അവസാനത്തെ സ്റ്റേജാണെന്നാണ്. ഭ്രമരാന്തര എന്നും ഇതറിയപ്പെടുന്നു. കുണ്ടലിനിയുടെ ലാസ്റ്റ് സ്റ്റോപ്പാണിത്. ഒരാളുടെ എനർജി ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മരണമില്ല. അയാൾ പിന്നെ എപ്പോഴും പരമാനന്ദത്തിലാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ വലിയൊരു വിഷയമാണത്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയൊരു വിഷയമാണത്. പക്ഷേ ഇന്ന് കേട്ട കാര്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുന്നില്ല. ഇത് നല്ലൊരു അറിവായി മാത്രം സൂക്ഷിക്കുക. നിങ്ങൾക്ക് ശരിക്കും ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്വയം അന്വേഷിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ, സ്വയം അനുഭവം ഉണ്ടാകുമ്പോൾ പിന്നെ ഒന്നും വിശ്വസിക്കേണ്ടി വരില്ല. അതാണ് അതിൻ്റെ ശരിയായ രീതി. ഇന്നത്തെ അറിവ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻസിലൂടെ അത് അറിയിക്കുക. വളരെ സ്പെഷ്യലായിട്ടുള്ള ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരു പുതിയ വീഡിയോ വരുമ്പോൾ, ഒരു പുതിയ അറിവ് വരുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുന്നതിനൊപ്പം ഈ ചാനലിനും അത് വളരെ വലിയൊരു സപ്പോർട്ടാണ്.